മഹാനായ സാഹിബുസ്സൂർ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഊതൽ അത് വല്ലാത്തൊരു പ്രകമ്പനമാണ്. അത് വല്ലാത്ത ഭീകരമായ ദിവസമാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ അർശിന്റെ അടിഭാഗത്ത് ആ സൂറെന്ന കാഹളം ചുണ്ടോട് ചേർത്ത് പിടിച്ച് പടച്ച റബ്ബിന്റെ കൽപ്പന വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീരുമാനിക്കപ്പെട്ട സമയത്ത്, അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്, അതൊരു ളുഹയുടെ സമയമാണ്. ആ സമയത്ത് അല്ലാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഊതാൻ വേണ്ടി കൽപ്പിക്കുമ്പോ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമി സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ ഇത്രയും കാലമുള്ള ഈ അദൃശ്യമായ കൺട്രോളിന് അല്ലാഹു അങ്ങ് മുറിച്ചു കളയുക. പിന്നെ ഈ ഭൂമി അങ്ങ് തകരുകയാണ്, ഈ ആകാശം തകരുകയാണ്, ലോകം മുഴുവനും വല്ലാത്ത ഭീകരമായ അവസ്ഥയിലായിരിക്കും. വിശദീകരിക്കാൻ സമയമില്ല. എല്ലാം അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേട്ടില്ലേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഈ ഭൂമി വല്ലാതെ പ്രകമ്പനം കൊള്ളുമ്പോ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഈ ഭൂമി അതിന്റെ ഉള്ളറയിലുള്ളത് മുഴുവനും എടുത്തിങ്ങനെ പുറത്തേക്ക് തള്ളുകയാണ്. ഇത് കേവലം ഒരു ഭൂകമ്പമല്ല. നമ്മളിതേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂകമ്പത്തിന്റെ കഥയല്ല പറയുന്നത്. ഇത് വല്ലാത്ത ഭീകരതയാ, ഇത് വല്ലാത്ത ബീഭത്സതയാ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകും ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം യൗമ തറൗനഹാ تذهل كل مرضية عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ആ ഖിയാമത്തിന്റെ ഭീകരതയെ, ആ ഖിയാമത്തിന്റെ ബീഭത്സതയെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലൂടെ പടച്ച റബ്ബ് വ്യക്തമാക്കുകയാ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകും ഇന്ന സൽസലത സാഅതി ശൈഉൻ അലീം. ഖുർആനിന്റെ പ്രയോഗം തന്നെ ശ്രദ്ധിക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല ഖുർആൻ വിളിച്ചത്. ഇത് വിശ്വാസികളോട് മാത്രമല്ല, ലോകത്തെ വിശ്വാസികളോടും അവിശ്വാസികളോടും മതമില്ലാത്തവരോടും എല്ലാവരോടുമായി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ തഖ്വ ചെയ്ത് നിങ്ങളെ രക്ഷിതാവിന് വഴിപ്പെട്ട് ജീവിച്ചോ. ഇന്ന സൽസലത സാഅതി ശൈഉൻ അലീം. ഖിയാമത്തിന്റെ പ്രകമ്പനമുണ്ടല്ലോ, ഖിയാമത്തിന്റെ ഭൂകമ്പമുണ്ടല്ലോ, അത് വല്ലാത്ത പ്രകമ്പനം തന്നെ, അത് വല്ലാത്ത അദാബ് തന്നെ. അതിന്റെ തൊട്ട് താഴെയുള്ള ആയത്തിൽ അതിന്റെ ഭീകരതയെ നമുക്ക് അല്ലാഹു വിശദീകരിച്ചു തരികയാ. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയത്തിൻ അമ്മാ അർളഅത്. എന്താ പറഞ്ഞതെന്നറിയോ പ്രിയപ്പെട്ടവരെ? എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മ, നിങ്ങളുടെ ഒരു ചെറിയ മകനെ ഒന്ന് സങ്കല്പിച്ചു നോക്കുമോ ഉമ്മ?
മുലകുടി പ്രായം മാറാത്ത പിഞ്ചു പൈതലിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുമോ ഉമ്മ? എത്ര സ്നേഹമായിരിക്കും ആ ചോര പൈതലിനോട്, എന്തൊരു ലാളനയായിരിക്കും ആ പിഞ്ചു കുഞ്ഞിനോട്, എന്തൊരു കരുതലായിരിക്കും ആ പൊന്നുമോനോട്, ആ പൊന്നുമോളോട്. അങ്ങനത്തെ ചോര പൈതലായ മുലകുടി മാറാത്ത പൈതങ്ങളെ പോലും മാറിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന ദിവസമാ യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിയത്തിൻ അമ്മാ അർളഅത്. ഈ ഭൂമിയുടെ പ്രകമ്പനം അങ്ങ് കാണുമ്പോ, ഖിയാമത്തിന്റെ ഭീകരത അങ്ങ് അനുഭവിക്കുമ്പോ, സ്വന്തം മാറിൽ കിടന്ന് അമ്മിഞ്ഞപ്പാല് നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ചോര പൈതനിലെ പോലും ഭയപ്പാടുകൊണ്ട് വലിച്ചെറിഞ്ഞു പോകുന്ന ദിവസമാ നിറഗർഭിണികളായ സ്ത്രീകൾ, 9 മാസം തികഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങൾ അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാ ഈ പ്രകമ്പനത്തിന്റെ നാള്, ഈ ഖിയാമത്തിന്റെ നാള്. അന്ന് ജനങ്ങൾ മുഴുവനും മസ്ത് ബാധിച്ചവരെ പോലെ, കള്ള് കുടിച്ച് ലക്ക് കെട്ടവരെ പോലെ ആടിയും ചാഞ്ഞും ചരിഞ്ഞും ഇഴഞ്ഞും നടക്കുന്നത് കാണുമ്പോ ഇതേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമാഹും ബിസുകാറാ, അവര് മസ്ത് ബാധിച്ചവരല്ല, അവര് മദ്യപിച്ച് ലക്ക് കെട്ടവരല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അന്നേ ദിവസം അല്ലാഹുവിന്റെ അദാബ്, ഈ ഭൂമിയുടെ പ്രകമ്പനം അത്രത്തോളം കഠിന കഠോരമാ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുംബസ്സാ. എത്രയെത്ര സ്ഥലത്താ ഖുർആനിലൂടെ ഖിയാമത്തിന്റെ ഭീകരതയെ അല്ലാഹു വിളിച്ചു പറഞ്ഞത്. ചെറിയ സൂറത്താണെന്ന് നമ്മൾ നിസ്സാരമായി ഓതിത്തള്ളുന്ന സൂറത്തുകളിൽ പോലും അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش. ഈ ലൈറ്റിന് ചുറ്റും പാറിപ്പറക്കുന്ന പാറ്റകളില്ലേ, അതുപോലെ മനുഷ്യരിങ്ങനെ പാറിപ്പറന്ന് നടക്കുമേ. എവറസ്റ്റ് കൊടുമുടികൾ പോലും, ഭീകരമായ പർവ്വതങ്ങൾ പോലും അപ്പുപ്പൻ താടി പറവറക്കുന്ന ലാഘവത്തിൽ ആടിന്റെ രോമം പറവറക്കുന്നത് പോലെ, പഞ്ഞി പാറി നടക്കുന്നത് പോലെ ഈ ഭൂമി മണ്ണിലൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും. നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, ഈ ഭൂമി ഇങ്ങനെ തകരുമ്പോ, ഇതിന്റെ നിയന്ത്രണത്തിന്റെ കൺട്രോളിന്റെ അതാ അല്ലാഹു അതങ്ങ് മുറിച്ചു കളയുമ്പോ ഈ ആകാശത്തിന്റെ ഗതി എന്താകുമെന്നറിയോ നബിയേ? ഒരു തൂണ് പോലുമില്ലാതെ അല്ലാഹു നാട്ടിയ ഈ വിശാല വിസ്തൃതമായ ആകാശമില്ലേ, ഈ ആകാശത്തിന്റെ കഥയറിയോ നബിയേ? യൗമ നത്വി السماء كطي السجل للكتب. വല്ലാത്ത പ്രയോഗം തന്നെ. അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പറയുകയാണ്, യൗമ നത്വി السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. നേരത്തെ അല്ലാഹു മുന്നറിയിപ്പ് തന്ന ഖിയാമത്തങ്ങ് സംഭവിക്കുമ്പോ ഈ ആകാശത്തിന്റെ ഗതി എന്താകുമെന്നറിയോ? നമ്മുടെ മക്കൾ പുസ്തകം ചുരുട്ടുന്നത് കണ്ടിട്ടില്ലേ? പുസ്തകത്തിലെ പേപ്പർ എടുത്ത് ചുരുട്ടുന്നത് കണ്ടിട്ടില്ലേ? ആ പുസ്തകത്തിന്റെ പേപ്പർ ചുരുട്ടുന്ന ലാഘവത്തോടെ ഈ ആകാശത്തെ നാം ഒന്ന് ചുരുട്ടും നബിയേ.
അന്ന് സൂര്യനും ചന്ദ്രനും മൂവാണ്ടം മാങ്ങ ഉതിർന്നു വീഴുന്നത് പോലെ ഈ ഭൂമി മണ്ണിലേക്ക് നിലംപതിക്കും റസൂലുള്ളാഹ്. ആ ഭീകരമായ ഖിയാമത്തങ്ങ് സംഭവിക്കുമ്പോ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ വേദിയിൽ പറയുന്നത് മുഴുവനും ഖുർആനാ. ഇവിടെ പറയുന്നത് മുഴുവനും മുത്തുനബി പഠിപ്പിച്ചു തന്നതാ. കാരണം നമ്മളാരും ഇതുവരെ ഖിയാമത്ത് കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഖബറിന്റെ ഉള്ളിലെ അവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. നാളത്തെ മഹ്ശറ എങ്ങനെയെന്ന് നമ്മൾ കണ്ടുബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരാളും നമ്മോട് വന്ന് കഥ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു അവലംബം അല്ലാഹുവിന്റെ ഖുർആനാ, അല്ലാഹുവിന്റെ മുത്ത് റസൂലാ. ഇത് ഖുർആനിലൂടെ ഖിയാമത്തിന്റെ ഭീകരത പറയുന്നു. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ വഅദ് കേൾക്കുമ്പോ ഏതെങ്കിലും കഴിഞ്ഞുപോയ ആദ സമൂഹത്തിന്റെയോ സമൂഹ ഗോത്രത്തിന്റെയോ കഥ പറയുന്നത് പോലെ ലാഘവത്തോടെ കേട്ടിരിക്കല്ലേ, നിസ്സാരമായി കേട്ട് തള്ളല്ലേ. ഹൃദയസാന്നിധ്യത്തോടുകൂടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കേണ്ട അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് കേട്ടു നോക്കണേ. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ കുല്ലു മൻ അലൈഹാ ഫാൻ. എല്ലാം തകർന്ന് തരിപ്പണമായി നശിച്ച് നാമാവശേഷമാകും. ഒന്നും ബാക്കിയുണ്ടാകില്ല ഈ ഭൂമിയിൽ. മനുഷ്യർ മാത്രം മരിച്ചു തീരുമെന്നല്ല, ഈ ഭൂമിയിൽ സൃഷ്ടിയായിട്ട് ഒന്നും ബാക്കിയുണ്ടാവൂല. എല്ലാം തകർന്നു പോകും, എല്ലാം നശിച്ചു പോകും. ജിബ്രീൽ അലൈഹിസ്സലാം മരിക്കും, മീകായിൽ മരിക്കും, ഇസ്രാഫീൽ മരിക്കും, അസ്റായീൽ മരിക്കും. എല്ലാ മലക്കുകളും മരണപ്പെടും, ഒന്നും ബാക്കിയാകൂല. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ ലോകത്തെ മുഴുവനും, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ പടച്ച റബ്ബല്ലാതെ അന്നേ ദിവസം വേറെ ആരും ബാക്കിയാവില്ലെന്ന് വിശുദ്ധ ഖുർആൻ.